വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബി.ഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബി.ഫാം 5th സെമസ്റ്റർ ഫാർമകോഗ്നസി ആൻഡ് ഫൈറ്റോ കെമിസ്ട്രി എന്ന സബ്ജക്റ്റിൽ ഫീനൈൽ പ്രൊപ്പനോയിഡ്സ് ആൻഡ് ഫ്ലവനോയിഡ്സ്, അതിൽ ലിഗ്നൻസ്, ടീ, റൂട്ട എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഫീനൈൽ പ്രൊപ്പനോയിഡ്സ് ആൻഡ് ഫ്ലവനോയിഡ്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. എന്താണ് ഫീനൈൽ പ്രൊപ്പനോയിഡ്സ്? ഫീനൈൽ പ്രൊപ്പനോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീനൈൽ അലാനിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആണ്. അതിൽ ലിഗ്നിൻ ഉണ്ട്, കൗമാരിൻ ഉണ്ട്, സ്റ്റിൽബിൻസ് ആൻഡ് ഫീനോളിക് ആസിഡ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. സ്ട്രക്ചറൽ സപ്പോർട്ടിനും ഡിഫെൻസ്, പിഗ്മെൻറ്റേഷൻ, UV പ്രൊട്ടക്ഷനൊക്കെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഫീനൈൽ പ്രൊപ്പനോയിഡ്സ്. ഫ്ലവനോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് ഫീനോളിക്സിലെ ലാർജസ്റ്റ് ഗ്രൂപ്പ്സ് ആണ് ഫ്ലവനോയിഡ്സ്. അതിൽ ഫ്ലാവോൺസ്, ഫ്ലവനോൾസ്, ഐസോഫ്ലാവോൺസ്, ആന്തോസയാനിൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫ്ലവറിലും ഫ്രൂട്ട്സിലൊക്കെ കളർ പ്രൊവൈഡ് ചെയ്യുക, UV പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുക, ആൻറ്റി ഓക്സിഡൻറ്റ് ആക്ടിവിറ്റി, ഡിഫെൻസ്, ഇതൊക്കെയാണ് ഫ്ലവനോയിഡ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ്. അപ്പോൾ ഫീനൈൽ പ്രൊപ്പനോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആണ്. അത് ഫീനൈൽ അലാനിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതിൽ ലിഗ്നിൻ ഉണ്ട്, സ്റ്റിൽബിൻ, കൗമാരിൻ, ഫീനോളിക് ആസിഡ് ഒക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. സ്ട്രക്ചറൽ സപ്പോർട്ടിനും ഡിഫെൻസിനും പിഗ്മെൻറ്റേഷൻ, UV പ്രൊട്ടക്ഷന് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലവനോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീനോളിക്സിലെ ലാർജസ്റ്റ് ഗ്രൂപ്പ്സ് ആണ്. ഇതിൽ ഫ്ലാവോൺ, ഫ്ലവനോൾ, ഐസോഫ്ലാവോൺസ്, ആന്തോസയാനിൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫ്ലവേഴ്സിനും ഫ്രൂട്ട്സിനും കളർ പ്രൊവൈഡ് ചെയ്യുക, UV പ്രൊട്ടക്ഷൻ, ആൻറ്റി ഓക്സിഡൻറ്റ് ആക്ടിവിറ്റി, ഡിഫെൻസ്, ഇതൊക്കെയാണ് മെയിനായിട്ട് ഫ്ലവനോയിഡ്സിൻ്റെ ഫങ്ഷൻസ്. ഫീനൈൽ പ്രൊപ്പനോയിഡ്സ്, അതിൽ ഫസ്റ്റ് വണ്ണാണ് ലിഗ്നിൻ. ലിഗ്നിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈമറിക് അല്ലെങ്കിൽ ഒലിഗോമറിക് ഫീനൈൽ പ്രൊപ്പനോയിഡ് പോളിമേഴ്സ് ആണ്. അത് എങ്ങനെ ഫോം ചെയ്തിരിക്കുന്നത്? ഒന്നോ അതിൽ കൂടുതലോ C6C3 ആൽക്കഹോൾ ഡെറിവേറ്റീവ്സ് കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ യുണൈറ്റ് ചെയ്തിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഈ ആൽക്കഹോൾ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി കോണിഫെറൈൽ, സിനാപ്പൈൽ, പാരാ കൗമാരൈൽ ആൽക്കഹോൾസ് ഒക്കെയാണ്. അപ്പോൾ ലിഗ്നിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒന്നോ അതിൽ കൂടുതലോ C6C3 ആൽക്കഹോൾ ഡെറിവേറ്റീവ്സ് യുണൈറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു ഡൈമറിക് അല്ലെങ്കിൽ ഒലിഗോമറിക് ഫീനൈൽ പ്രൊപ്പനോയിഡ് പോളിമേഴ്സ് ആണ് ലിഗ്നിൻസ്. അതിൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഗ്നിൻസിൻ്റെ ക്ലാസിക്കൽ ഫോം 300+ ടൈപ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. നിയോലിഗ്നിൻസ് അത് ഡിറൈവ് ചെയ്തിരിക്കുന്നതും C6C3 യൂണിറ്റ്സ് എന്ന് തന്നെയാണ്. പക്ഷേ ലിങ്ക്ഡ് ഹെഡ് ടു ടെയിൽ ഓർ ഹെഡ് ടു ഹെഡ്, നോട്ട് ബീറ്റ ടു ബീറ്റ. അതിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുഡി ടിഷ്യൂസിലൊക്കെ കാണുന്നുണ്ട്. വെസൽസ്, ട്രക്കേറ്റ്സ്, ഫൈബേഴ്സ്, സ്ക്ലീറിഡ്സിലൊക്കെ അത് കാണുന്നുണ്ട്. പ്ലാന്റ് സെൽ വാൾസിനെ അത് സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. പിന്നെ മൈക്രോബിയൽ അറ്റാക്കിന് റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും, റിജിഡിറ്റി പ്രൊവൈഡ് ചെയ്യും, ഇംപെർമിയബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഫോം ചെയ്തിരിക്കുന്നത് ആൽക്കഹോൾ റാഡിക്കൽസ് ജനറേറ്റഡ് ബൈ ലാക്കേസ് ഓർ പെറോക്സിഡേസ് എൻസൈംസ്. അതിൻ്റെ റാൻഡം കണ്ടൻസേഷൻ വഴിയാണ് ഈ ഒരു ലിഗ്നിൻസ് ഫോം ചെയ്തിരിക്കുന്നത്. ഇതാണ് ലിഗ്നിൻസ്. അതിൻ്റെ ടൈപ്സ്, ഫങ്ഷൻസ് നോക്കിയിട്ടുണ്ട്. അടുത്തത് ഈ ലിഗ്നിനിൽ വരുന്നത് തന്നെയാണ് പോഡോഫൈലം. പോഡോഫൈലം അതാണ് നമുക്ക് പഠിക്കാനുള്ള കോമ്പൗണ്ട്. പോഡോഫൈലത്തിലെ സിനോണിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോഡോഫൈലം, പോഡോഫൈലം റൈസോം, മെയ് ആപ്പിൾ റൂട്ട്, വൈൽഡ് മാൻഡ്രേക്ക്, ഇതൊക്കെയാണ് പോഡോഫൈലത്തിൻ്റെ സിനോണിംസ്. ബയോളജിക്കൽ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡ്രൈഡ് റൈസോംസ് ആൻഡ് റൂട്ട്സ് ഓഫ് പോഡോഫൈലം പെൽറ്റാറ്റം. അതിന് അമേരിക്കൻ മെയ് ആപ്പിൾ എന്ന് പറയുന്നുണ്ട്. പോഡോഫൈലം ഹെക്സാൻഡ്രം അത് ഇന്ത്യൻ പോഡോഫൈലാണ്, ഫാമിലി ബെർബറിഡീഷ്യേ. അപ്പോൾ ബയോളജിക്കൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അമേരിക്കൻ മെയ് ആപ്പിൾ ആയിട്ടുള്ള പോഡോഫൈലം പെൽറ്റാറ്റം, ഇന്ത്യൻ പോഡോഫൈൽ ആയിട്ടുള്ള പോഡോഫൈലം ഹെക്സാൻഡ്രം. ഇതിൻ്റെ ഡ്രൈഡ് റൈസോംസ് എന്നും റൂട്ട്സ് എന്നും ഒപ്റ്റെയിൻ ചെയ്യുന്നതാണ് എന്ത്? പോഡോഫൈലം. അതിൻ്റെ ഫാമിലി വരുന്നത് ബെർബറിഡീഷ്യേ ഫാമിലി ആണ്. ജിയോഗ്രഫിക്കൽ സോഴ്സ് ഇത് കാണുന്നത് മെയിൻലി കാനഡയിലും USA ആണ്. അതേപോലെ വിർജീനിയ, കെൻറ്റുക്കി, നോർത്ത് കരോളിന അങ്ങനത്തെ റീജിയൻസിനൊക്കെയാണ് നമ്മളിത് കളക്ട് ചെയ്യുന്നത്. ഈ പോഡോഫൈലം ഹെക്സാൻഡ്രം മെയിനായിട്ടും ഹിമാലയൻ റീജിയൻസിലൊക്കെയാണ് കാണുന്നത്. ഇന്ത്യ, ഭൂട്ടാൻ, നേപ്പാൾ, ചൈന, അങ്ങനെ
പി ഹെക്സാൻഡ്രം, അതായത് പോഡോഫൈലം ഹെക്സാൻഡ്രം എന്ന് പറയുന്നത് ഹിമാലയൻ റീജിയൻസ് എന്നാണ് ഒക്കർ ചെയ്യുന്നത്. അതാണ് ജിയോഗ്രഫിക്കൽ സോഴ്സ്. ഇനി അതിൻ്റെ കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീഫ് കോൺസ്റ്റിറ്റ്യുവൻസ് ബിലോങ് ടു ലിഗ്നൻ ഗ്രൂപ്പ്. റൈസോംസിലും റൂട്ട്സിലും ഒരു റെസിനസ് മിക്സ്ചർ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അതിനെയാണ് പോഡോഫൈലം റെസിൻ എന്ന് പറയുക. പോഡോഫൈലിൻ എന്നും പറയുന്നുണ്ട്. മേജർ കോൺസ്റ്റിറ്റ്യുവൻസ് ആണ് പോഡോഫൈലോടോക്സിൻ, പോഡോഫൈലിക് ആസിഡ്, പിക്രോപോഡോഫൈലിൻ, ആൽഫ പെൽറ്റാറ്റിൻ, ബീറ്റ പെൽറ്റാറ്റിൻ, പിന്നെ ലിഗ്നൻ ഗ്ലൈക്കോസൈഡ്സും കാണുന്നുണ്ട്. പോഡോഫൈലോടോക്സിൻ്റെയും എറ്റപ്പോസൈഡിൻ്റെയും സ്ട്രക്ചർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് മെയിൻ ആയിട്ടുള്ള കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ്. യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണലി പോഡോഫൈലം റെസിൻ എന്ന് പറയുന്നത് ഒരു ഡ്രാസ്റ്റിക് പെർഗേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ടോക്സിസിറ്റി കാരണം ഇപ്പോൾ അത് യൂസ് ചെയ്യുന്നില്ല. കറണ്ട് യൂസസ് എന്തൊക്കെയാണ്? ടോപ്പിക്കൽ സൈറ്റോടോക്സിക് ഏജൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് വെനറൽ വാർഡ്സിലൊക്കെ പെയിൻറ്റ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പെയിൻ്റ് ആയിട്ട് യൂസ് ചെയ്യും. അതർ സ്കിൻ വാർഡ്സിലും യൂസ് ചെയ്യുന്നുണ്ട്. ആൻറ്റി ക്യാൻസർ ആപ്ലിക്കേഷൻ ഉണ്ട്. അതായത് എറ്റോപോസൈഡിനും ടെനിപോസൈഡിനും സെമി സിന്തറ്റിക് ഡെറിവേറ്റീവ്സ് ആണ് അത് പോഡോഫൈലോടോക്സിൻ്റെ. അതിന് ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടീസ് ഉണ്ട്. ലങ് ക്യാൻസർ, ടെസ്റ്റിക്കുലാർ ക്യാൻസർ, ലിംഫോമ, ലുക്കീമിയ, പീഡിയാട്രിക് ന്യൂറോബ്ലാസ്റ്റോമയിലൊക്കെ അതിന് ട്രീറ്റ്മെൻറ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റഡ് പ്രിപ്പറേഷനാണ് പോഡോവാർട്ട്. അതൊരു ടോപ്പിക്കൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ് വാർഡ്സിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ലിഗ്നൻസിൻ്റെ കേസിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ലിഗ്നനിൽ നമ്മൾ പഠിച്ച കോമ്പൗണ്ട് ഏതാണ്? പോഡോഫൈലം ആണ്. അടുത്തത് ടീ. ടീൻ്റെ സിനോണിംസ് ആണ് കമേലിയ ടീ, ടീ സൈനൻസിസ് ലീവ്സ്, ടീ നിഗ്രേഫോലിയം, ബ്ലാക്ക് ടീ ലീവ്സിനെ പറയുന്നതാണ്. ബയോളജിക്കൽ സോഴ്സ് ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പ്രിപ്പയർഡ് ലീവ്സ് ആൻഡ് ലീഫ് ബഡ്സ് ഓഫ് ടിയ സൈനൻസിസ് ലിൻ. സിനോണിം ആണ് കമേലിയ സൈനൻസിസ് ലിൻ. ഫാമിലി തിയേഷ്യേ. അപ്പോൾ ടിയ സൈനൻസിസ് ലിൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് എന്ന് തിയേഷ്യേ ഫാമിലിയിലെ അതിൽ പ്രിപ്പയർഡ് ലീവ്സ് ആൻഡ് ലീഫ് ബഡ്സ് ആണ് ഈ ഒരു ടീയിൽ കൺസിസ്റ്റ് ചെയ്യുന്നത്. ജോഗ്രഫിക്കൽ സോഴ്സ് ആണ്. ബ്ലാക്ക് ടീ ആണെങ്കിൽ ഇന്ത്യ, ശ്രീലങ്ക, കെന്യ, ഇന്തോനേഷ്യ, ചൈന. ഗ്രീൻ ടീ ആണെങ്കിൽ മെയിൻലി ചൈനയിലും ജപ്പാനിലുമാണ് കാണുന്നത്. അത് അൺഫെർമെൻറ്റ് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്തിട്ടായിരിക്കില്ല കാണുക. ഓലോങ് ടീ ആണെങ്കിൽ പാർഷ്യലി ഫെർമെൻറ്റഡ് ആയിട്ടാണ് കാണുന്നത്. അതായത് ഗ്രീനിൻ്റെയും ബ്ലാക്ക് ടീൻ്റെയും ഇടയിലായിട്ടാണ് ഓലോങ് ടീ കാണുന്നത്. പാർഷ്യലി ഫെർമെൻറ്റഡ് ആണ്. അടുത്തത് കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ് ആണ്. ആൽക്കലോയിഡ്സ് പ്രസൻ്റ് ആണ്. അതായത് കഫീൻ, തിയോബ്രോമിൻ, തിയോഫൈലിൻ. ഇതാണ് മെയിനായിട്ടുള്ള ആൽക്കലോയിഡ്സ് ഈ ഒരു ടീയിൽ പ്രസൻ്റ് ആയിട്ടുള്ളത്. അടുത്തത് പോളിഫീനോൾസ് ആണ്. തിയോഗാലിൻ, കാറ്റച്ചിൻ ആണ്. തിയോഗാലിൻ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. കാറ്റച്ചിൻ ഗ്രീൻ ടീയിലൊക്കെ അൺഓക്സിഡൈസ്ഡ് ആയിട്ടാണ് കാണുന്നത്. ബ്ലാക്ക് ടീയിൽ ഓക്സിഡൈസ്ഡ് ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ തിയാഫ്ലാവിൻസ് ഉണ്ട്, റുബിഗിൻസ് ഉണ്ട്, തിയാഫ്ലാവിക് ആസിഡ്സ് ഉണ്ട്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ്. കഫീൻ, തിയോഫൈലിൻ, തിയോബ്രോമിൻ്റെ സ്ട്രക്ചറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അടുത്തത് യൂസസ് ആണ്. യൂസസ് അല്ലെങ്കിൽ ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റിമുലൻ്റ് ആണ്, ഡയൂററ്റിക് ആണ്, കഫീൻ ഉള്ളത് കാരണമാണ്. ആൻറ്റി ഓക്സിഡൻറ്റ് എഫക്ട്സ് ഉണ്ട്. അതിന് കാരണം പോളിഫീനോൾസും കാറ്റച്ചിൻസും ആണ്. ആസ്ട്രിഞ്ചൻ പ്രോപ്പർട്ടി ഉണ്ട്, ഡയേറിയയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ക്യാൻസർ കീമോ പ്രിവെൻറ്റീവ് ആണ്. അതായത് ഓക്സിഡേറ്റീവ് ഡാമേജ് അത് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. കാർഡിയോ പ്രൊട്ടക്റ്റീവ് ആണ്. അതായത് ഇസ്കീമിക് ഹാർട്ട് ഡിസീസ് ഉണ്ടാവുന്നത് കുറയ്ക്കുന്നുണ്ട്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ആൻറ്റി ട്യൂമർ ആണ്. വെയ്റ്റ് മാനേജ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യും, വെയ്റ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ജനറൽ എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു റിഫ്രഷിങ് ഫീൽ. ചായ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ കുറച്ച് റിഫ്രഷ് ആവും എന്ന് പറയില്ലേ, അപ്പോൾ റിഫ്രഷിങ് ഫീൽ ഉണ്ട്. പിന്നെ മൈൽഡ്ലി സ്റ്റിമുലേറ്റിംഗ് ആണ്, മൈൽഡ് അനാൽജസിക് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. സേഫ്റ്റി അല്ലെങ്കിൽ ടോക്സിസിറ്റീൻ്റെ കേസ് വരികയാണെങ്കിൽ നോർമൽ ബീവറേജ് എമൗണ്ടിലാണെങ്കിൽ ടീ എന്തായിരിക്കും? സേഫാണ്. പക്ഷേ എക്സസ് ആയിട്ട് കൺസംഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള എക്സ്ട്രാക്ട്സ് ഒക്കെ ആണെങ്കിൽ GI അപ്സെറ്റ്, നെർവസ് ഇറിറ്റബിലിറ്റി കഫീൻ കാരണമാണ്. ഹെപ്പാറ്റോ ടോക്സിസിറ്റി ഒക്കെ കോസ് ചെയ്യും. അങ്ങനെ എലവേറ്റഡ് ALT, ബിലിറൂബിൻ, ലിവർ ഇൻഫ്ലമേഷനൊക്കെയാണ് അവിടെ കോസ് ചെയ്യുന്നത്. ഇതാണ് സേഫ്റ്റി അല്ലെങ്കിൽ ടോക്സിസിറ്റി കൺസേൺ. അടുത്തത് റൂട്ടയാണ്. റൂട്ടേൻ്റെ സിനോണിംസ് ആണ് RU എന്ന് പറയുന്നുണ്ട്. RU, EU ഉണ്ട്, RU.
ഇതാണ് അതിൻ്റെ മെയിൻ സിനോണിംസ്. ബയോളജിക്കൽ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡ്രൈഡ് ഹെർബ്സ് ഓഫ് റൂട്ട ഗ്രാവിയോളൻസ്, റൂട്ടേഷ്യ ഫാമിലി. ഇപ്പോൾ റൂട്ടേഷ്യ ഫാമിലിയിൽ റൂട്ട ഗ്രാവിയോളൻസ് ഇടുന്ന ഡ്രൈഡ് ഹെർബാണ് ഈ റൂട്ടയിൽ കൺസിസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ജിയോഗ്രഫിക്കൽ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്ററേനിയൻ റീജിയനിലാണ് ഇത് മെയിനായിട്ട് കാണുന്നത്. മാക്കാറോണീസിയ അതേപോലെ സൗത്ത് വെസ്റ്റ് ഏഷ്യയിലൊക്കെയാണ് ഇത് മെയിനായിട്ട് കാണുന്നത്. കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ് ആണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. ഇത് ഫ്യൂറോ കൗമാരിൻ, ഫ്യൂറോ ക്വിനോളിൻ ആൽക്കലോയിഡ്സ്, ആക്രിഡോൺ ആൽക്കലോയിഡ്സ് ഒക്കെയാണ്. മെയിൻലി ലീഫിലാണ് ഈ ആക്രിഡോൺ ആൽക്കലോയിഡ്സ് പ്രസൻ്റ് ആയിട്ടുള്ളത്. മേജർ കോൺസ്റ്റിറ്റ്യുവൻസ് ആണ് റൂട്ടിൻ, 2 ആൻറ്റികാനോൺ, 2 ഹെപ്റ്റനോൾ അസറ്റേറ്റ്. എസെൻഷ്യൽ ഓയിൽ നമുക്ക് ഇതിന്ന് ഒപ്റ്റെയിൻ ചെയ്യും. ഏരിയൽ പാർട്സിൽ നിന്ന് വാട്ടർ ഡിസ്റ്റിലേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എസെൻഷ്യൽ ഓയിൽ ഒപ്റ്റെയിൻ ചെയ്യുക. ഇതിൻ്റെ മെയിൻ യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണൽ അല്ലെങ്കിൽ മെഡിസിനൽ യൂസ് ആയിട്ട് നമ്മൾ ഐസ് സ്ട്രെയിൻ ട്രീറ്റ് ചെയ്യാനും സോർ ഐസ് ട്രീറ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്നുണ്ട്. ആൻറ്റി സ്പാസ്മോഡിക് ആണ്, അബോർട്ടിഫേഷ്യൻ്റ് ആണ്, സെഡേറ്റീവ് ആണ്, ആൻറ്റി ബാക്ടീരിയൽ ആക്ടിവിറ്റി ഉണ്ട്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, മസ്കുലോ സ്കെലറ്റൽ അതായത് സ്ട്രെയിൻസും സ്പ്രെയിൻസ്, കാർട്ടിലേജ് ആൻഡ് ടെൻഡൻ ഇഞ്ചുറീസ് ഒക്കെ റിലീവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പെരിയോസ്റ്റം ഇഞ്ചുറീസ്, പെയിൻ, സ്റ്റിഫ്നെസ് ഓഫ് ഹാൻഡ്സ്, റിസ്റ്റ്, ഫീറ്റ്സ് ആൻഡ് ലെഗ്സിനൊക്കെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതർ യൂസസ് ആണ് ഇൻസെക്ട് റെപ്പല്ലൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മാർക്കറ്റഡ് പ്രൊഡക്ട്സ് ആണ് ഹോമിയോപ്പതിക് ഐ ഡ്രോപ്സും ടോപ്പിക്കൽ ക്രീംസിലൊക്കെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ റൂട്ട യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫീനൈൽ പ്രൊപ്പനോയിഡ്സിലും ഫ്ലവനോയിഡ്സിലും പഠിക്കാനുള്ളത്. അപ്പോൾ ഫീനൈൽ പ്രൊപ്പനോയിഡ്സിൽ നമ്മൾ എന്താണ് ഫീനൈൽ പ്രൊപ്പനോയിഡ്സ്, എന്താണ് ഫ്ലവനോയിഡ്സ്. ഫീനൈൽ പ്രൊപ്പനോയിഡ്സിലെ ലിഗ്നിനിൽ തന്നെ പോഡോഫൈലാണ് നമ്മൾ പഠിച്ചത്. പിന്നെ ഫ്ലവനോയിഡ്സിൻ്റെ കേസിൽ ടീയും റൂട്ടയും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് ഇന്നത്തെ ക്ലാസ് ഉള്ളത്. ഇതിൻ്റെ നോട്ട്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം, വേണ്ടവർ ജസ്റ്റ് കയറി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.